ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യന, സ്തുതിക്ക് യോഗ്യന. Oh Lord, you are worthy to be worshipped, you are worthy to be praised. Hallelujah. Praise the Lord. Hallelujah. 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 സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് അടുത്ത് വന്ന് ഒരു വിശുദ്ധ ആരാധനയോടെ കർത്താവ് തിരുസന്നിധിയിൽ കഴിപ്പാൻ കർത്താവ് തരുന്ന സമയത്തിനായി സ്തോത്രം. കൂട്ടിവരുത്തിയ എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മധ്യയെ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യയെ ശക്തമായി അവിടുത്തെ ആലോചന അറിയിക്കുന്ന കൃപയ്ക്കായി മകൾക്കാരും കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയുള്ള കൃപ, നല്ല സാക്ഷ്യങ്ങളെ പ്രബോധനങ്ങളെ എഴുന്നേൽപ്പിക്കണം. അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനം വെളിപ്പെടുവാനാ തിരുമേശ ശുശ്രൂഷ ഞങ്ങളുടെ മധ്യമുണ്ടല്ലോ, അത് ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണമേ. അവിടുത്തെ നാമത്തെ ഹല്ലേലൂയ പുകഴ്ത്തുവാൻ, ആരാധിപ്പാൻ കർത്താവിന്റെ പകൽക്കാലം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആദ്യോടൊപ്പം പരിശുദ്ധാത്മാവ് തന്നെ നയിക്കും. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവിൽ വന്ദനം. വിശുദ്ധ ആരാധനയ്ക്കായി കൂട്ടിവരുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിച്ചിട്ടുണ്ട്. പാരമ്പര്യ പാട്ടുകൾ പാടി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള സമയം പ്രിയ സഹോദരം കൊണ്ട് ചേർന്ന് പാട്ടുകൾ പാടി കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. അകത്യങ്ങളാക്കി നമ്മളെ അശുദ്ധിയൊക്കെ നീക്കി നമ്മെ സ്വന്തം രക്തത്താൽ ആ സ്നേഹം നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയും നമ്മെ വീണ്ടെടുത്ത് ഓർക്കുന്നു. നമുക്ക് വേണ്ടി
ചേർന്ന് പാടുമ്പോൾ നമുക്കെല്ലാവർക്കും ദിവസം എഴുന്നേറ്റുകൊണ്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മമ്രയുടെ തോപ്പിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. യാബോക്കിന്റെ കടവിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, മരുഭൂമിയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, മിസ്രൈമിൽ വെളിപ്പെട്ടു വന്ന ആ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. കൃപ ലഭിച്ച നമ്മിലും അത് വെളിപ്പെടുവാനിടയായതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാവിലെ കാലം കൃപ ലഭിച്ചവരാണ്, അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ്, നന്മകളും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ക്ഷമയും പാപക്ഷമയും ഒക്കെ ലഭിച്ചവരാ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർത്ത് ദൈവത്തെ ആരാധിക്കാൻ നമുക്കിടയായി തീരട്ടെ. ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ ഹല്ലേലൂയ ഒരു തീരുമാനവുമായി നാം ദൈവസ്ഥലം കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം സത്യത്തിൽ ആത്മാവുള്ള ആരാധനയോടെ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ചേർന്നുപാട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. ആ പാട്ട് പാടി കരകളെ തട്ടി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന യാതൊന്ന ദൈവത്തിന് ആരാധന. ആത്മാവിലും സത്യത്തിലും
സ്തോത്രത്തോടെ ഹല്ലേലൂയ തുടർന്നുള്ള കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രവർത്തികളൊക്കെ ക്ഷമിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഭാവെ സഭയായിട്ട് താഴ്ത്തിയേൽപ്പിക്കുന്ന ഭാവെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭാവെ ഇത് ആരാധന ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭാവെ സ്തുതിക്കുന്ന കർത്താവേ പ്രാർത്ഥന കർത്താവേ സകലമായ കർത്താവേ എല്ലാ ശുശ്രൂഷകൾ കർത്താവേ മധുരം കർത്താവേ എല്ലാം നിന്റെ ആരോഗ്യമായി ഞാൻ തീരുമാനാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേ ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദാസനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു ഇതിനെ ബലപ്പെടുത്തുമാറാകണം സംസാരിപ്പാൻ പ്രബോധനമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളിലേക്ക് ദാസനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം ചെയ്യുന്നത് അതേ സ്ഥാനത്തിലേക്ക് താഴ്ത്തി അനുഗ്രഹമായി തീരുമാനമാവിനെ ഒരു അത്യന്ത ശക്തിയിൽ കർത്താവേ പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാത്തിനും കടക്കിലേക്ക് താഴ്ത്തി കർത്താവേ നമുക്ക് ഇത് ആരാധന അനുഗ്രഹമാക്കി തീർക്കുമ്പോഴായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു സ്തോത്രം എല്ലാം നാമത്തന്നെ ദിവസം എഴുന്നേൽക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. 84-ാം സങ്കീർത്തനം വാക്യപ്രതികാരമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 84. We read that psalm responsibly and give glory to God. സങ്കീർത്തനം Psalm 84. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! കുരുകിലുള്ള വീടും പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പരിപാടികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷേകത്തിന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. അത് രണ്ടു വാക്യങ്ങളും ചേർന്ന് വായിക്കാം. യഹോവയായ ദൈവത്തിന്റെ പരിചയമാകും. യഹോവ കൃപയും മഹത്വം നൽകുന്നു. നേരോട് നടക്കുന്നവർക്ക് നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇതുപോലെ കാലം യഹോവയുടെ മനോഹരത്വം കണ്ടുകൊണ്ട് വിശുദ്ധിയുടെ മനോഹരത്വം പ്രാപിച്ച് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാൻ. സൈന്യങ്ങളുടെ യഹോവേ, ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ പ്രകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. അത് അനുഭവിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജീവിതയാത്രയിൽ കൂട്ടിന്റെ വരവിൽ പരിപാലിച്ച് ദൈവത്തിന്റെ സന്നിധി പ്രകാരം നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, വിശുദ്ധ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ ദൈവം നമ്മെ ഒരുക്കുന്ന ഈ കൃപയോർ ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവിക പരിപാലനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം പഠിപ്പിച്ചാണ്. നടത്തിയ വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിച്ചാണ്. ഇത് മകൾക്കാലം അനുഗ്രഹിക്കുന്ന ദേവസ്ഥാനത്തിനായി ദൈവത്തെ സ്തുതിച്ചാണ്. പിതാവേ, ആഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെയൊക്കെ പരിപാലിച്ചു. കഴിഞ്ഞ ആഴ്ച മാത്രം ഈ മാസക്കാലം മുഴുവൻ, ഈ മാസത്തിന്റെ അവസാനം ഞായറാഴ്ച ഞങ്ങൾ ദിവസത്തിലായിരിക്കുന്നു. ഈ മാസം മുഴുവൻ ഞങ്ങളെ പരിപാലിച്ചു. 4 മാസങ്ങൾ ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. അടുത്ത ആഴ്ച ദൈവം അനുഭവിച്ചാൽ ഒരു താമസം പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുന്നു. നാളിതുവരെ നടത്തിയ ഈ വർഷക്കാലം ദിവസങ്ങൾ എത്രത്തോളം നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഒന്ന് കരുതിയ കരുതലിനായി, തുറന്ന വഴികൾക്കായി, നൽകിയ പ്രാർത്ഥന മറുപടികൾക്കായി, സൗഖ്യത്തിനായി, നന്മകൾക്കായി എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾക്ക് സ്തോത്രം കരുതാവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതുപോലെ കാലം ഞങ്ങളെ കൂട്ടുവരുത്തി ദൈവം ഞങ്ങൾ ഇരുത്തിയിരിക്കുന്നല്ലോ. ശുശ്രൂഷകൾ എല്ലാവരും മാനിക്കണം. മാനവും മഹത്വം അങ്ങക്ക് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദിവസത്തിൽ ഇരിക്കാമല്ലോ. ദൈവനാമത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരെ
ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും കർത്താവിൽ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ആരാധനയ്ക്കായി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കൂടി വരുവാൻ, ഞായറാഴ്ച പകൽക്കാലം ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് തരുന്ന ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. 84-ാം സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം. അത് പലപ്പോഴും നാം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള സ്തോത്രം. വളരെ പരിചയമുള്ള വേദഭാഗങ്ങൾ, വാക്യങ്ങൾ കാണാതെ പോലും നമുക്ക് പലർക്കും ഈ സങ്കീർത്തനം മുഴുവനായി അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ ആലയത്തിലേക്കുള്ള, യഹോവയുടെ ആലയത്തിന്റെ മനോഹാരിത, യഹോവയുടെ ദൈവ സാന്നിധ്യത്തിന്റെ മനോഹാരിതയും മഹത്വവും, ദൈവത്തിന്റെ സാന്നിധ്യം നൽകുന്ന നന്മ. സ്തോത്രം. പ്രതികാലം വിശുദ്ധ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നമുക്ക് വായിപ്പാൻ യോഗ്യമായ ആലയത്തിലേക്ക് കടന്നു വരുന്ന ദൈവവൈദ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വരുന്നവർ അവർക്കൊരു സന്തോഷം. ആ സന്തോഷം എന്താണ്? ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന സന്തോഷം. ഇറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളൊരു അപ്പോയിന്റ്മെന്റിന് കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത വ്യക്തി അവിടെ ഉള്ളപ്പോഴാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കംപ്ലീറ്റ് ആകുന്നത്. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്ത സമയത്ത് എന്നു കാര്യമില്ല. സ്തോത്രം. അവിടെ ചെല്ലുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് ആരെയാണ്? മറ്റാരുമില്ലെങ്കിലും ഏത് വ്യക്തിയുടെ പേരിലാണോ അപ്പോയിന്റ്മെന്റ് എടുത്തത് ആ വ്യക്തി അവിടെ കാണും. ഡോക്ടറാകാം, മറ്റെന്തെങ്കിലും കൺസൾട്ടേഷൻ ആകാം. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉള്ള സന്തോഷത്തിന് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് സങ്കീർത്തനം വായിച്ച് നാം പ്രബോധിപ്പാനിടയായി. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ 122-ാം സങ്കീർത്തനം. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള സന്തോഷമാണ്. തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിക്കുകയാണ്, മോഹിക്കും. ഞായറാഴ്ച ആയാലും ഇത് പോണമല്ലോ എന്നുള്ളതല്ല. സ്തോത്രം. അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന ആ വീക്കെൻഡ് പോണമല്ലോ എന്നുള്ള ചിന്തയല്ല. സ്തോത്രം. എന്ത് പ്രതികൂലമുണ്ടെങ്കിലും എന്ത് ഭാരമുണ്ടെങ്കിലും യഹോവയുടെ സന്നിധിയിലേക്കുള്ള ഒരു വാഞ്ച. സ്തോത്രം. So that is what we see in the first 4 verses of this psalm. Longing for the presence of God. Hallelujah. Longing. ആഗ്രഹം ദൈവസന്നിധിയിലേക്ക്. അത് മോശയുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാണ്. In the words of Moses we see, മോശ പറഞ്ഞ എന്താണ്? ഏത് കാര്യം ചോദിക്കുമോ. സ്തോത്രം. നമ്മള് യാത്രയൊക്കെ പോകുന്നവരാണ്, റിട്രീറ്റിനും പിക്നിക്കിനൊക്കെ പോകുന്നവരാണ്. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് പല്ലിച്ചങ്ങ് പോവല്ല. നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ സഹോദരങ്ങളൊക്കെ ക്യാമ്പിങ്ങിന് പോകാറുണ്ട് മൗണ്ടൻസിൽ. ഞങ്ങൾ 2 ദിവസം മുമ്പേ തുടങ്ങും. ഷോപ്പിംഗ് മുതലേ ഭയങ്കര ആവേശമാണ്. സ്തോത്രം. അതൊക്കെ വലിയൊരു ആവേശമാണ്. സ്തോത്രം. കഴിഞ്ഞ വർഷം ഈ വർഷം ഞങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതെല്ലാം ഒരു ആവേശമായ, ഒരു സന്തോഷമായ, അതുപോലെ ഒരു ആവേശം ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുവാനുള്ള ഒരാവേശം, ഒരുക്കം. ആ ഒരുക്കം ഹല്ലേലൂയ. ഒരു യഹൂദിനെ സംബന്ധിച്ചിടത്തോളം യെരുശലേമിലെ ആലയത്തിലേക്ക് എല്ലാ ഞായറാഴ്ചയും പോകുന്നത് സംഭവ്യമല്ല പലർക്കും, പ്രത്യേകിച്ച് വിദൂരതയുള്ളവർ. എന്നാൽ അവർ പോകുക എന്ന് പറയുമ്പോൾ, പോകുവാൻ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ആ ഒരുക്കത്തിലെ അവൻ ആ സാന്നിധ്യം അനുഭവിക്കുക. എന്നവർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ആ ഒരുക്കത്തിലെ ആ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുക. അതുകൊണ്ടാണ് പറയുന്നത്, അതിനെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട്, അതിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഇപ്പൊ ആലയത്തിലൂടെ പോകാൻ തുടങ്ങുമ്പോൾ ആലയത്തിൽ നിത്യം വസിക്കാൻ ഭാഗ്യം ലഭിച്ചവരുണ്ട്. സ്തോത്രം. അല്ലേ? ശുശ്രൂഷകന്മാർ, ലേവ്യര്, ആലയത്തിലെ സ്തോത്രം, ആ ദേവാലയത്തിലെ ശുശ്രൂഷക്കാരും അവിടെ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട ആളുകളും. സ്തോത്രം. അവരെ ഓർത്ത് എന്നും അവിടെ ആയിരിക്കാൻ കഴിയാത്തൊരു വ്യക്തി പറയാം, അവരെന്ത് ഭാഗ്യമുള്ള, ഹൗ ബ്ലെസ്ഡ് ദേ ആർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി സ്തോത്രം 5 മുതൽ 9 വാക്യങ്ങൾ. സ്തോത്രം. After that longing, after the preparation, traveling towards the presence of God. ചിലർക്ക് വലിയ ആഗ്രഹമാണ്, പക്ഷേ സ്റ്റെപ്പ് എടുക്കാൻ മടിയാണ്. സ്തോത്രം. അല്ലേ? ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ പലരും വിളിക്കാറുണ്ട്, ആരാധനയ്ക്ക് വരണം സഹോദരൻ പറയുമ്പോ ആഗ്രഹമുണ്ട് പാസ്റ്ററെ എന്ന് പറയും. സ്തോത്രം. പക്ഷെ എന്ത് ചെയ്തില്ല, വരികയില്ല. സ്തോത്രം. ഇപ്പൊ പലരെയും വിളിച്ചിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചവർ പലരും ഉണ്ട്. സ്തോത്രം. എന്നാൽ പ്രത്യേകത്തിന് പ്രാർത്ഥനാ വിഷയമുണ്ട് വിളിച്ചു പറയും. പക്ഷെ ആലയത്തിലേക്ക് വരുവാൻ, ട്രാവലിംഗ് towards the presence of God is a commitment. It is a great step. Hallelujah. സ്തോത്രം. ഫറവോൻ പറഞ്ഞു, ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. So they have to travel. Praise the Lord. അതൊരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. Praise the Lord. ആ ഇരിക്കുന്നത് എന്താണ് ആരാധിച്ച പോലെ ദൈവം കേൾക്കത്തില്ലയോ എന്നൊക്കെ പറയുമ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആലയത്തിലേക്ക് പോകുന്ന യാത്ര, ഒരുങ്ങിയ ശേഷം ഒരുവൻ പോകുന്നത് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ.
ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. The highway towards the Lord. Hallelujah. സ്തോത്രം. The national highway, the interstate highway എന്നൊക്കെ പറയുന്നത് പോലെ എന്താണ് അർത്ഥം? പെരുവഴി എന്ന് പറയാൻ അർത്ഥം എന്തുവാ? സ്തോത്രം. ആലയത്തിലേക്ക് പോകുവാൻ സ്തോത്രം യഹൂദനെ സംബന്ധിച്ചത് ഒത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒരു വർഷം മുഴുവൻ അവര് ഇവിടെ ആളുകളൊക്കെ ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെടണമെന്ന് ജോലി ചെയ്യും. ഇതിനെന്തറിയാമോ? 2 ആഴ്ച വെക്കേഷൻ വേണം. 9 വർഷമായിട്ട് അമേരിക്ക വന്ന് ഞാൻ 4 ആഴ്ച നാട്ടിൽ പോകാൻ വേണ്ടി 9 വർഷം കഷ്ടപ്പെട്ടു എന്ന് വേണം പറയാം. ഹല്ലേലൂയ. അപ്പോൾ പടയാളെ കമന്റ് പറഞ്ഞു, ഇന്ത്യയിലുള്ളവർ അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ പോകും. ഇതിനെന്തറിയാമോ? 4 ആഴ്ച ഇന്ത്യയിൽ പോയി ഇന്ത്യയില് മിസ്സായ ഭക്ഷണമെല്ലാം കഴിക്കാം. പാനിപ്പൂരി പിന്നെ ബാക്കി കാര്യങ്ങൾ. ജെറുസലിന്റെ വിട്ടുണ്ടോ? ജെറുസലിന്റെ വായിലൊക്കെ വെള്ളം വരും. പൂനെയിലൊക്കെ പാനിപ്പൂരി കഴിക്കാൻ മിസ്സാകുന്നു. അപ്പോൾ എന്തിനാണ്ടിയാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക? എന്തിനാണ്ടിയാ 4 ആഴ്ച പോയി അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം പോയി കഷ്ടപ്പെടും. ഇവിടെ യഹൂദൻ ആലയത്തിലേക്ക് പോകാനുള്ളവന് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലത്. ഹി നീഡ്സ് പ്രിപ്പറേഷൻ. പിന്നെ യാത്ര ദുർഘടമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്നൊക്കെ ആലയത്തിലേക്ക് പിൽഗ്രിമായി പോകുന്ന, തീർത്ഥാടനമായി പോകുന്ന വ്യക്തികൾ പലരും അവർ മരണപ്പെടാൻ സാധ്യതയുണ്ട്. അവര് പോകുന്ന വഴിയില് കള്ളന്മാരുടെ ആപത്തുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ അവർ പറയുകയാ, പുറത്ത് യാത്ര ദുർഘടമാണെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ സിയോനിലേക്കുള്ളത് ഒരു പെരുവഴിയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. The way is wide. ഹല്ലേലൂയ. ഞങ്ങളുടെ പുറത്ത് പ്രതികൂലമുണ്ടെങ്കിലും ഹൃദയത്തിൽ ഹല്ലേലൂയ ആ വഴി പെരുവഴിയാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സ് വിശാലമാണ്. ആ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് സിയോനിലേക്ക് എത്തുവാൻ. ഹല്ലേലൂയ. When I consider the joy, when I consider my mind, when I consider the presence of God, oh that hallelujah, praise the Lord, that difficulty, that pain, hallelujah, that burdens, all will be converted into a highway opportunity. Hallelujah. When I decide and start the first step to travel towards the presence of God. ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാൻ ഞാൻ ആരംഭിക്കുമ്പോൾ അവിടെ സിയോനിലേക്കുള്ള പെരുവഴി. എന്തുകൊണ്ടാ? എന്റെ ബലം ദൈവത്തിലാ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവേ, ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് പ്രവേശിപ്പാൻ, ദൈവം നൽകിയ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയിലേക്ക് പോകുവാൻ, ദൈവം അയക്കുന്നിടത്തേക്ക് പോകുവാൻ ദുർഘടങ്ങൾ ഉണ്ടെങ്കിലും എന്റെ ഉള്ളിൽ ബലം നൽകിയ ദൈവം എന്റെ ഉള്ളിൽ പെരുവഴിയെ സിയോനിലേക്ക് നിർമ്മിച്ചിട്ടുണ്ട്. പറയാം, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ആലയത്തിലേക്ക് പോകുന്ന കാര്യം പറയുന്നത്. പ്രിയമുള്ളവരെ, വർഷിപ്പിംഗ് ഗോഡ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. വർഷിപ്പിംഗ് ഗോഡ് ഈസ് നോട്ട് ഈസി നൗഡേയ്സ്. പ്രൈസ് ദി ലോർഡ്. പണ്ട് പിതാക്കന്മാരുടെ അടുത്ത് മറ്റു പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് പുറത്തും അകത്തുള്ള അനേക വെല്ലുവിളികൾ ആരാധിക്കുന്ന ദൈവജനത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് പോകണമെങ്കിൽ എന്ത് പ്രയാസമാണ്, എന്തുമാത്രം കാര്യങ്ങൾ ക്രമീകരിക്കണം. സ്തോത്രം. എന്തുമാത്രം കാര്യങ്ങൾ ഒഴിവാക്കി നോക്കിയ പലരും ആരാധനയ്ക്ക് കടന്നു വരുന്നത്. തിരക്കേറിയ ജീവിത ശൈലിയില് സ്തോത്രം ഇതൊരു വെല്ലുവിളിയായ ചലഞ്ചായി നിൽക്കുമ്പോൾ, കണ്ണുനീർ താഴ്വ കടക്കുമ്പോൾ അവരെ ജലാശയമാക്കി തീർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവത്തെ ആരാധിക്കാൻ സഹിക്കുന്ന പങ്കപ്പാടുകൾ അത് ജലാശയമായി മാറുക, അതൊരു റിസോഴ്സായി മാറുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത നാളത്തെ നിന്റെ ബലമായി മാറുക. പ്രൈസ് ദി ലോർഡ്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എന്ന് പറയുകയാണ്. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും. ഈ ബലമുള്ളവനെല്ലാം ദൈവസന്നിധിയിൽ സിയോനിൽ ചെന്നെത്തും. രാവിലെ പറഞ്ഞ കർത്താവേ, പ്രതികൂലം എന്തുണ്ടെങ്കിലും ഭാരം എന്തുണ്ടെങ്കിലും എന്റെ ഉള്ളിൽ നീ ബലം നൽകിയെങ്കിൽ ഹല്ലേലൂയ പ്രിയ ഞാൻ ദൈവസന്നിധിയിൽ ചെന്നെത്തും. ഞങ്ങളുടെ പരിചയമായ ദൈവം സൈനികളുടെ ദൈവമായ യഹോവയുടെ പ്രാർത്ഥന കേൾക്കണമേ. യാത്ര ചെയ്യുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. യാക്കോബിന്റെ ദൈവമേ ചെവികളോടെ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ. എന്റെ അഭിഷേകത്തിന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. അവസാനമായി ആ 10 മുതൽ 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ they are in the presence of God. ഹല്ലേലൂയ. ആഗ്രഹിച്ചത്, ഈ യാത്ര ചെയ്തത് അവരെ എവിടെ കൊണ്ടുവന്നെത്തിച്ചു? ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. പ്രിയമുള്ളവരെ, ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാതെ പറയുന്നത് ഈ കാലയളവിൽ ഹല്ലേലൂയ ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ യാത്ര ചെയ്ത് ആലയത്തിൽ കടന്നു വരുന്നു. നമുക്കിന്ന് ഒത്തിരി സൗകര്യങ്ങളുണ്ട്. സ്തോത്രം. നടന്നും ഓടിയൊന്നും പോകണ്ട. വാഹനങ്ങളുണ്ട്, ഇരിക്കാൻ നല്ല സൗകര്യങ്ങളുണ്ട്.
പക്ഷേ വന്നിട്ട് നീ ദൈവ സാന്നിധ്യം അനുഭവിച്ചോ? ഹല്ലേലൂയ, സ്തോത്രം. വന്നിട്ട് നീ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞോ? എന്നിട്ട് പറയാ, അതിന്റെ പ്രാകാരങ്ങൾ ചെന്ന് അവിടെ ചെന്ന വ്യക്തി പറയുന്ന കാര്യമല്ല, ഇത് പോകാത്തവന് പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, അതിന് ഒരുങ്ങാത്തവന് പോകാൻ കഴിയത്തില്ല. പോകാമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം ഇത് അനുഭവിക്കാൻ കഴിയത്തില്ല. എന്നാൽ ആലയത്തിൽ ചെന്നവൻ ദൈവ സാന്നിധ്യം അനുഭവിച്ച പറയാ, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ദിവസം. ഹല്ലേലൂയ, വേറെ ആയിരം ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം, ദൈവം എന്ന് പറയുന്നത് തേനേക്കാൾ, തേൻകട്ടയേക്കാൾ മധുരമേ ഉള്ളതാ. ഹല്ലേലൂയ, തേനെ പറ്റി എനിക്ക് അരമണിക്കൂർ ക്ലാസ് എടുക്കാൻ കഴിയും. എന്നാൽ അതിന്റെ രുചി അറിയണമെങ്കിൽ നിന്റെ നാവിൻ തുമ്പിൽ അതിന്റെ രുചി നീ അനുഭവിച്ചറിയണം. രുചിച്ച് നോക്കണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവന്റെ സാന്നിധ്യം കൊണ്ട് അത് അനുഭവിച്ചറിയുകയും. യഹോവയായ ദൈവം സൂര്യനെ പരിചയമാ. ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരുന്നാലും അതെനിക്ക് ഏറെ ഇഷ്ടമാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവന്റെ സാക്ഷ്യം. ഹല്ലേലൂയ. അവസാനം പറയുന്ന സൈന്യങ്ങളുടെ യഹോവേ, ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാരണം എന്താ? യഹോവ കൃപയും മഹത്വവും. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കയില്ല. ഇന്ന് രാവിലെ കാലം നമ്മുടെ കണ്ണുള്ള ദിവസത്തിൽ അടയ്ക്കുക. ഹല്ലേലൂയ, നേരോട് ഏറ്റവും വലിയ സത്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിനെ പിൻപറ്റുന്നവർ സത്യത്തിന്റെ പാതയില്ല. ഇന്ന് രാവിലെ കാലം നമ്മുടെ കർത്താവിന്റെ കൽവരിയാഗത്തെ ഓർമ്മിപ്പിക്കുന്ന, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറയുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ആ കർത്താവിന്റെ കാൽവരിയാഗത്തെ ഹല്ലേലൂയ ഓർപ്പിക്കുന്ന തിരുമേശ നമ്മുടെ മധ്യമുണ്ട്. ഇന്ന് രാവിലെ കേൾപ്പിച്ച് വരുന്നതിന് ഭാഗം നമ്മൾ Philippians 4 verse 8. Finally, brothers, whatever is true, whatever is honorable, whatever is just, whatever is pure, whatever is commendable, if there is anything worthy of praise, think about these things. As our refuge, and as thanks, says 46:1. Good job, man. God bless you. Psalms 91 verses 1. He who dwells in the shelter of the Most High, I will rest in the shadow of the Almighty. Romans chapter 5 verse 10. For since our friendship with God was restored by the death of His Son, while we were still His enemies, we will certainly be saved through the life of His Son. In the beginning was the Word, and the Word was with God, and the Word was God. John 1 verse 28. Proverbs 10 verse 4. He who has a slack hand becomes poor, but the hand of the diligent makes rich. Behold, I stand at the door and knock. If anyone hears my voice and opens the door, I will come into his home, dine with him and be with me. To him who overcomes, I will grant to sit with me on my throne, as I overcame and sat with my Father on his throne. Revelation 3 verse 20 and 21. Proverbs 4 verses 6 to 9. Not forsake wisdom, and she will protect you. Love her, and she will not trouble you. For the beginning of wisdom is this: get wisdom that costs all you have. Get understanding. Cherish her, and she will exalt you. Embrace her, and she will honor you. She will give you a garland to grace on your head, and present you with a glorious crown. Psalm 37 verses 30 to 31. The mouth of the righteous speaks wisdom, and his tongue talks of justice. The law of his God is in his heart, none of his steps shall slide. The fear of the Lord prolongs it, the fears of the Lord will be short. The hope of the righteous being short, but the expectation of the wicked will perish. The spirit of the wicked will perish. The righteous will not be removed from the Lord, but the wicked will be removed from the Lord. Proverbs 10 verses 27 to 29. When his priests are offered for one time, all sacrifice for sins, he sat down at the right hand of God. Because of this sacrifice, he is made perfect, and for those who obey, he made holy. Hebrews 10 verses 12 to 14. കണ്ണീരും
ആ ചിന്തയുടെ കൺക്ലൂഷൻ ഹല്ലേലൂയ. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമകൾ സ്തോത്രം. അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല തരത്തിൽ നമ്മോട് ഇടപെടുവാനിടയായി സ്തോത്രം. ഇന്ന് സ്തോത്രം ഹല്ലേലൂയ അതിന്റെ കൺക്ലൂഡിംഗ് ഭാഗം ചിന്തിക്കുവാൻ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. സ്തോത്രം. വേഗത്തിൽ ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇടയായി തീരട്ടെ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ് നാം ഇത് പകൽക്കാലം ചിന്തിക്കുന്നത്.
പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 47 മുതൽ 52 വരെയുള്ള ഭാഗത്ത് 2 ഉപമകൾ. അതിനെ ഒരു ഉപമയായി ചിലർ പറയുന്നുവെങ്കിലും 2 parables are there. കഴിഞ്ഞ ആഴ്ചയിൽ നാം 2 ഉപമകളാണ്, അത് ഒരേ സന്ദേശം ഒരേ ചിന്തയായതുകൊണ്ട് 2 ഉപമകൾ ചേർത്ത് നാം വായിക്കാനിടയായി. അതുപോലെ തന്നെ ഇന്നും നാം ആ കൺക്ലൂഡിംഗ് മെസ്സേജിലേക്ക് വരുമ്പോൾ അവസാനത്തെ ആ ഒരു ഉപമ, അതിനോട് ചേർന്ന് ഉപമ പോലെയുള്ള മറ്റൊരു കാര്യം കൂടെ കർത്താവ് പറയുന്നുണ്ട്. സ്തോത്രം. എന്താണ് ഉപമയിലൂടെ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പ്രാരംഭത്തിൽ കർത്താവ് പറഞ്ഞാൽ തുടങ്ങിയത്. സ്തോത്രം. അവിടെ പറഞ്ഞിട്ട് ചിലർക്ക് ഹൃദയം കഠിനപ്പെട്ടവർക്ക് ചിലത് അവർക്ക് മറച്ചു വെക്കുവാനും, എന്നാൽ ഇത് പഠിപ്പാൻ ആഗ്രഹമുള്ളവർക്ക് കാര്യങ്ങൾ ഗ്രഹിപ്പാൻ. ആദ്യത്തെ ആഴ്ചയിൽ ഈ ഉപമകളെ കുറിച്ചുള്ള പഠനത്തില് അല്ലെങ്കിൽ ധ്യാനത്തിൽ പറയുകയുണ്ടായി. ഉപമ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വെളിവാകാനാണ്. പക്ഷെ എന്നാൽ ചിലർക്ക് എന്താ ചെയ്യത്തില്ല, ഇത് വെളിവാകത്തില്ല. അവരുടെ ഹൃദയം കുരുടായി പോകുന്നു, അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ ഉപമകളാൽ പറയുമ്പോൾ ചിലർക്കത് മറയപ്പെടുകയാണ്, ചിലർക്കത് തുറക്കപ്പെടുകയാണ്. 2 കാര്യവും ഇതിൽ സംഭവിക്കുന്നു. സ്തോത്രം. ദൈവം ആഗ്രഹിച്ചിട്ടില്ല, ദൈവം അനുവദിച്ചിട്ടല്ലാതെ, ദൈവം വെളിപ്പെടുത്തിയിട്ടല്ലാതെ നമുക്കൊരു കാര്യം ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ കഴിയും. സ്തോത്രം. അത് പ്രസംഗിക്കുന്ന ആൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, കേൾക്കുന്നവർ എത്ര വിദ്യാഭ്യാസമുള്ളവരും ഗ്രഹിപ്പാൻ കഴിവുള്ളവരാണെങ്കിലും, തത്വചിന്തകന്മാരാണെങ്കിലും, ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ളിൽ പ്രവർത്തിച്ചേർക്കുകയാണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ വരുമ്പോൾ അത്ഭുതം തോന്നുന്നു. കർത്താവ് ഇത്രയും ലെവലുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, ഇവർക്ക് എന്തുകൊണ്ട് ഇത് ഗ്രഹിപ്പാൻ കഴിയില്ല? ഇറ്റ് ഇസ് എ സിമ്പിൾ തോട്ട്, വൈ ദേ ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ ആ കീ അതാണ്. അപ്പൊ ഉപമ എന്ന് പറയുമ്പോൾ, സ്തോത്രം, അത് ഗ്രഹിപ്പാനുള്ള ഒരു ചാനല് ദൈവം അത് ഗ്രഹിപ്പാൻ കണ്ടിരിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്നു. എന്നാൽ ചിലർക്ക് ചില വചന സത്യങ്ങൾ മറയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്, സ്തോത്രം, എല്ലാവരും പ്രവേശിക്കുന്ന ഒന്നായി നാം കാണാം. എല്ലാവരും പ്രവേശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിലും പലർക്കും അതിൽ പ്രവേശിപ്പാൻ കഴിയുന്നില്ല. സ്തോത്രം. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്ന to reveal the mysteries of the kingdom of God. ഇന്ന് നാം ചിന്തിക്കുന്ന ഭാഗം 47 മുതൽ 52 വരെയുള്ള ഭാഗങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. 58-ാം വാക്യത്തോടെ അധ്യായം അവസാനിക്കുകയാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സ് 47 ഫോർവേഡ്. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീരുന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടിടയനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തതായി പറയുന്നത് ഈ ഉപമകളെല്ലാം പറഞ്ഞു തീർന്ന ശേഷം എന്ന് പറഞ്ഞ ഈ 7 ഉപമകൾ അല്ലെങ്കിൽ 8 ഉപമകൾ. സ്തോത്രം. ഈ അവസാന വാക്യത്തിൽ 51-52 വായിച്ച ഭാഗം 52-ാം വാക്യത്തില് അതൊരു ഉപമയായി ചിലർ കരുതുന്നുണ്ടെങ്കിലും അതൊരു കൺക്ലൂഷനാണ്, ഒരു ഉപസംഹാരമാണ്. ഉപമകളെ കുറിച്ചുള്ള ഒരു ഉപസംഹാരം. നാം വായിച്ച വേദഭാഗത്തുള്ള, സ്തോത്രം, സ്വർഗരാജ്യം എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? സ്തോത്രം. ദ പാരബിൾ ഓഫ് ദ നെറ്റ്. എന്താണ്? കടലിൽ ഇടുന്ന ഒരു വല. സ്തോത്രം. അതിലെന്താണ്? എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വല. അങ്ങനെ ഒരു വലയുണ്ടോ? സ്തോത്രം. ഓരോ വലയ്ക്കും പ്രത്യേകത അല്ലെ. ചെമ്മീനെ പിടിക്കുന്ന വലയല്ല, നെയ്മീനെ പിടിക്കുന്ന വലയെല്ലാം വ്യത്യസ്തമാണ് അല്ലെ. നമുക്കറിയാം പലവിധമായി ഈ മീനെ പിടിക്കുന്ന കായലിന്റെയും കടലിന്റെയും ഒക്കെ അടിയിലുള്ളവർക്കറിയാം പലവിധമായ വലകൾ അല്ലെ. പക്ഷെ ഇവിടെ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നത് എന്താ? ഇതിനകത്ത് എല്ലാം വന്നു കയറും. അതില് നമ്മളെ വിചാരിക്കും ഇവരൊക്കെ എന്തിനാ വന്നെന്ന് വിചാരിക്കും. പക്ഷേ എന്നാലും ദൈവരാജ്യം എങ്ങനെയാണ്? ഇതൊക്കെ എങ്ങനെയാണ് അതൊന്ന് പെട്ടു എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. ചിലയിടത്ത് ചെല്ലുമ്പോൾ എങ്ങനെ ഇതിനകത്ത് വന്ന് പെട്ടു എന്ന് ചിന്തിക്കും. പക്ഷേ അതിനുള്ള ഉത്തരമാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. എല്ലാ മീനും പിടിക്കുന്ന വലയോട്. The kingdom of God is like a net that catching spelling mistake, sorry. Net that catching all fish in the lake, all types of fish.
And also, when the net is full, വല നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിടിച്ചവർ ഇതിനെ വലിച്ച് കരയിലോട്ടൊക്കെ. ഇപ്പൊ വല കിടക്കുക വെള്ളത്തില്, എന്തൊക്കെയാണ് കയറുന്നത് നമുക്കറിയത്തില്ല, എല്ലാം വന്ന് കയറുന്നുണ്ട്. സ്തോത്രം. ഇത് അങ്ങോട്ടേക്കോട്ട് നോക്കുന്നുണ്ട്, കയറിയവരെല്ലാം അങ്ങോട്ടേക്കോട്ട് നോക്കുന്നു. ചിലർക്ക് എങ്ങനെ കയറിയെന്നോലും അറിയത്തില്ല, അല്ലേ? പണ്ട് ഞാൻ മുതലക്കുളത്ത് വീണ കഥ പറയുന്നത് പോലെ എങ്ങനെ വന്ന് പെട്ടെന്ന് അറിയത്തില്ല, അങ്ങനെ വന്ന് കയറിയവരുണ്ട്. പക്ഷേ സ്തോത്രം, ഇത് മുഴുവനായി കഴിയുമ്പോ ഒരു വലിയുണ്ട്, അല്ലേ? ഈ വലിച്ചത് കരക്കേറ്റ് കയറ്റുക, എന്നിട്ട് ഒരു തരംതിരിക്കലുണ്ട്. സ്തോത്രം. തരംതിരിക്കൽ നല്ലതിനെ പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കുകയും സ്തോത്രം തീയതിനെ എറിഞ്ഞു കളയുകയും ചെയ്യുന്നത് പോലെ ലോകാവസാനത്തിങ്കൽ സംഭവിക്കും. ദൈവരാജ്യത്തെ കുറിച്ച് പറയുകയാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ദൈവജനം, ദൈവരാജ്യത്തിന് നന്മ അനുഭവിക്കുന്നവർ, അവരെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. എല്ലാവിധമായതും ഇത് നാം മനസ്സിലാക്കിയിരിക്കണം. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്, സ്തോത്രം, ഹല്ലേലൂയ, ചില വിഷയങ്ങൾ, പ്രതികൂലങ്ങളും ഭാരങ്ങളും വെല്ലുവിളികളും ഒക്കെ ജീവിതത്തിൽ ആഞ്ഞിരിക്കുമ്പോൾ, പ്രത്യേക ദൈവസഭകളോടുള്ള ബന്ധത്തില് ഈ നാളുകൾ നാം അനുഭവിക്കുന്ന പല കാര്യങ്ങളും, ആത്മീയ ഗോളത്തിൽ സംഭവിക്കുന്ന മൂല്യച്യുതികൾ, ആത്മീയ ഗുണത്തിൽ കഴിഞ്ഞ കാലത്ത് പിതാക്കന്മാരുടെ കാലത്ത് കാണാതിരുന്ന പലതും ദൈവരാജ്യത്തിൽ നാം കാണുമ്പോൾ നാം ആരും മനസ്സ് പഠിച്ചു പോകരുത്. നമ്മുടെ ആഗ്രഹം നല്ലതും നല്ല മീൻ മാത്രം കയറണമെന്നാണ്. നെബ്രാസ്ക ഇപ്പൊ മീൻ പിടിക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹം, ചോദിച്ചേണ്ട ആഗ്രഹം ബാസ് തന്നെ കൊത്തണമെന്നാണ്. ചിലപ്പം വന്ന് ഈ കാറപ്പാ കൊത്തുന്നത് മുഴുവൻ. ചിലപ്പോ ഈ മുഷിയോട് മുഷിയാണ്. പക്ഷെ ആഗ്രഹത്തെ എറിയുമ്പം ചോദിച്ചാൽ അവിടെ സ്വത്രം പറഞ്ഞ് ബാസുപുത്രൻ പറ ഇടുന്നേ. പക്ഷേ വാസു വത്താറല്ല പലതും. പലപ്പോഴും എനിക്കൊക്കെ വളരെ ചുരുക്കം സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആഗ്രഹം എന്താണ്? ഈ ദേശത്തുള്ള ഭക്തന്മാരായ ആളുകള്, ദൈവജനം എല്ലാവരും വരണം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവരാജ്യം നമ്മുടെ കയ്യിലല്ല നിയന്ത്രണം ഇരിക്കുന്നത്. എല്ലാ ഇതിനകത്ത് വന്ന് കയറും. പക്ഷെ ദൈവത്തിന് അത് ദൈവത്തിന് അബദ്ധം പറ്റിയാന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് അബദ്ധം പറ്റാറുണ്ട്, സ്തോത്രം. അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റിയ അബദ്ധമുണ്ട്. പക്ഷേ നമുക്ക് അബദ്ധം പറ്റിയാലും ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. ആ ഒരു കാര്യം ഉറപ്പിച്ചോണം. ദൈവത്തിന് അബദ്ധം പറ്റുകയില്ല. സോ ദൈവത്തിന് ഇതിന് മുൻപിൽ ഒരു കാര്യം ചെയ്താൽ അതിന്റെ പരിഹാരവും, ഹല്ലേലൂയ, അവിടെ പറയുന്ന പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ദൈവത്തിന്റെ കയ്യിലുണ്ട്. അത് മനസ്സ് ഒരിക്കലും മറന്നു പോകരുത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യിലല്ല ഇരിക്കുന്നത്. ഇത് പാസ്റ്ററുടെ കയ്യിലല്ല ഇരിക്കുന്നത്, കമ്മിറ്റിക്കാരുടെ കയ്യിലല്ല ഇരിക്കുന്നത്, ഇത് എൽഡേഴ്സിന്റെ കയ്യിലല്ല ഇരിക്കുന്നത്. ഇത് ഇവിടെയുള്ള ദേശാധിപതികളുടെ കയ്യിലോ ഇവിടുത്തെ നേതാക്കന്മാരുടെയോ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ കയ്യിലല്ല ഇരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ പരിഹാരം, ദൈവരാജ്യത്തിൽ സംഭവിക്കുന്ന എന്തിന്റെ പരിഹാരം, ഇതിന്റെ ഉടയവനായ, ഇതിന് വില കൊടുത്ത, ഈ രാജ്യത്തിന്റെ ദൈവമായ, ദൈവരാജ്യം എന്നാണല്ലോ പറയുന്നത്, ഈ രാജ്യത്തിന്റെ ദൈവമായ രാജാവായ ദൈവത്തിന്റെ കയ്യിലുള്ളതാണ്. ഇവിടുത്തെ ദൈവം എന്ത് ചെയ്യും? തക്ക സമയത്ത് നല്ലതിനെയും തീയതിനെയും മാറ്റുവാൻ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കും. നമ്മൾ ആരും എന്റെ കരം ചലിക്കരുത്, ചലിപ്പിക്കരുത്. അതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. ഇറ്റ്സ് ലൈക്ക് എ ഫിഷർമാൻ ഡൂയിങ്. അവർക്കറിയാം. നമ്മൾ പോയി പറയണോ, മീൻകാരനോട് പറയണോ, മീൻ പിടിക്കാനോട് പറയണോ, ഇന്ന മീന അഴുക്ക്, ഇന്ന മീന നല്ലതെന്ന്? വല ഇട്ടോടെ അറിയാം ഏതാ നല്ലതെന്നല്ലേ. നമ്മൾ നല്ല മീന എന്തിനാ കളയുന്നത്? പക്ഷെ അവനറിയാം എന്തിനെ കളയണം, എന്തിനെ ശേഖരിക്കണം. ചീത്തയായത്, സ്തോത്രം, യേശു കർത്താവ് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ജോലി ഏൽപ്പിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത്, സ്തോത്രം, കോർപ്പറേറ്റുകളെ ഒന്നുമല്ല, സ്തോത്രം, ഔട്ട്സോഴ്സിംഗ് ഒന്നുമല്ല, ദൈവത്തിന്റെ ദൂതന്മാർ വെളിപ്പെടും. ഹല്ലേലൂയ. അവർക്ക് തെറ്റുപറ്റുകയില്ല. ദൂതന്മാർക്ക് CRPF ഇറക്കുന്നത് പോലെ ലോക്കൽ പോലീസിനെ ഇറക്കിയാൽ അവർ മുഖം നോക്കിയേ തല്ലത്തുള്ളൂ. CRPF ഇറക്കിയ ഒരു മുഖം നോട്ടമില്ല. ഞാൻ നേതാവ് MLA ആണെന്ന് പറഞ്ഞ CRPF-കാരുടെ അടുത്ത് ഇല്ലേ, ചാനലില്ലേ, സ്പെഷ്യൽ പോലീസിനെ ഇറക്കിയാൽ എന്താ ഗുണം? ആശ്രാമം നോക്കിയതല്ലോ, അല്ലേ? സ്വത്രായിച്ചേറ്റവരെ നോക്കിയതല്ലോ. എന്നെ ഏൽപ്പിക്കുക, നല്ലതും തീരം മാറ്റാൻ പറഞ്ഞാൽ അത് നോക്കിയേ മാറ്റും. പക്ഷേ ദൂതനെ ഇറക്കിയാൽ ദൂതനൊരു മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മോഡ്യൂൾ അല്ല. ദൂതന്റെ മോഡ്യൂള്. ഞാൻ ലീഡറായിരുന്നു, ഞാൻ പ്രവചിച്ചതാ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പറഞ്ഞത്, ദൈവസ്ഥ നാം ഇരിക്കുമ്പോൾ നാം ഭയഭക്തിയോടിരിക്കണം. എന്ത് ചിന്തിക്കുന്ന ഒരു വചനം നമ്മോട് ഇടപെടുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വചനം എന്നോട്, നമ്മൾ ഈ
പണം മുടക്കി അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ കാണാൻ പോകുന്നു. എന്തിനാ നമ്മൾ പോകുന്നത്? സ്തോത്രം. ഡോക്ടറിനെ കുത്തിവെക്കുക, ഇഞ്ചക്ഷൻ ചെയ്യരുത്, ഒരു തുള്ളി ബ്ലഡ് എടുക്കരുത്, എനിക്ക് വേദന ഉണ്ടാകുന്ന ഒന്നും ഡോക്ടർ ചെയ്യരുത്, അല്ലേ? ഞാൻ എങ്ങനെ ആയിരിക്കുന്നു പോകുന്നു ഞാൻ നമ്മൾ പറയാം ഡോക്ടറോട്. ഇല്ല, എന്തിനായി പൈസ മുടക്കുന്നത്, എന്തിനാ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്? സ്തോത്രം. നമ്മൾ ചെന്നിട്ട് നമ്മുടെ രോഗത്തിനനുസരിച്ച് ഡോക്ടർ ചികിത്സ ചെയ്യാം, അല്ലേ? ഇപ്പൊ നമ്മൾ പറയോ കൈയൊടിഞ്ഞു, അയ്യോ കൈ തിരിക്കണ്ട അങ്ങനെ ഇരുന്നോട്ടെന്ന് പറയോ? ഇല്ല. പക്ഷെ പ്രസംഗം കേൾക്കാൻ വരുമ്പം നമുക്ക് എങ്ങനെ വേണം? നമ്മൾ പറയുന്നത് വേണം. പ്രിയമുള്ളവരെ, കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് മെനക്കെടുത്തപ്പോ എനിക്ക് ഏറ്റവും നല്ല പ്രസംഗം ഏതാണെന്ന് പറയും എന്റെ ജീവിതത്തില്. സ്തോത്രം. എന്റെ ജീവിതത്തിൽ ക്രമീകരണം വരുത്താനുള്ളത് ഒരു ദൈവദാസൻ പറയുമ്പോൾ അത് ക്രമീകരണം വരുത്തേണ്ടതാണെന്ന് എനിക്ക് പരിശുദ്ധമായി ബോധ്യമാക്കി തരുമ്പോൾ അതിന്റെ മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീരും ഒഴുകി നെടുമ്പാട് വീടുവാൻ കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പ്രസംഗിക്കുന്ന ആളാ. പക്ഷെ ഞാൻ ഒത്തിരി പ്രസംഗം കേൾക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പല ഭാഷമാർക്ക് പ്രസംഗം കേൾക്കാൻ ഇഷ്ടമില്ല, പ്രസംഗിക്കാനാണ് ഇഷ്ടം. പലരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, പക്ഷേ പ്രസംഗം കേൾക്കുന്നതിനായിട്ട് പ്രസംഗിക്കാൻ നല്ലത്. നിയന്ത്രണം നമ്മുടെ കയ്യിലാണല്ലോ. പക്ഷെ എനിക്ക് ദൈവവചനം കൊച്ചു കുഞ്ഞു പറഞ്ഞാലും കേൾക്കുവാൻ ഒരു ആഗ്രഹം, എന്റെ ഉള്ളിൽ വാഞ്ച ദൈവം അത് പറ്റിപ്പോകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അപ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും എഫക്റ്റീവായ മെസ്സേജ് എന്നറിയാമോ? പ്രാസോപ്പിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗമല്ല, കുറെ തമാശ കേൾക്കുന്നതല്ല, നല്ലതായിരുന്നു രസമായിരുന്നു എന്നൊന്നും പറയുന്നതല്ല. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവേശിച്ചിട്ട് മറഞ്ഞു കിടന്നത്. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നതൊക്കെ ഓക്കെയാ എന്ന് വിചാരിച്ചതിനെ പരിശുദ്ധാത്മാവ് ആഴത്തിൽ പോയി അതിനെ ഇളക്കിയെടുത്ത്, മോനെ ഇത് ഒരു പ്രശ്നമാ, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ ഗുണപ്പെടണമെന്ന് പറഞ്ഞ് എന്റെ ഉള്ളിലേക്ക് വചനം ഇരുവായ്ത്തുളയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത് ആഴത്തിലേക്ക് കടന്നുപോയി. ഓ ഹല്ലേലൂയ. എന്റെ ചിന്തകൾക്കോ എന്റെ മാനുഷികമായ ബുദ്ധിക്കോ സാധാരണയുള്ള മാനുഷിക ഉപദേശങ്ങൾക്കോ കടന്നുചെല്ലുവാൻ കഴിയാത്ത മേഖലയിലേക്ക് വചനം കടന്നു എന്നിട്ട് അവിടെ അതിനെ കുത്തിയിളക്കി ചെറുതാകാം. ഹല്ലേലൂയ. തലമുടിനാല് പോലെ ചെറിയൊരു പ്രശ്നമാകാം, അതിനെ കുത്തിയിളക്കി മുകളിലേക്ക് കൊണ്ടുവന്ന് ഇത് പ്രശ്നമായെന്ന് പറയുന്ന ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയാൽ that is the best appointment. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വചനം കേൾക്കുമ്പോ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ആ മനോഭാവത്തോട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ വിചാരിച്ചു ഇതാ പ്രശ്നമെന്ന്, പക്ഷെ നല്ല സമർത്ഥനായ ഡോക്ടർ കണ്ടുപിടിച്ചു ഇതാ പ്രശ്നം. That appointment is successful. ഹല്ലേലൂയ. റോങ് ഡയഗ്നോസിസ് ഒത്തിരി സംഭവിച്ചിട്ടില്ല നമുക്ക്. ഹല്ലേലൂയ. ഡോക്ടർ പറയും ഇന്നതാ അസുഖം, പക്ഷെ വേറെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുക ഓ അങ്ങനെ ഒരു പ്രശ്നമേ നിനക്കില്ല. നമ്മൾ പ്രസംഗം കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ, യൂട്യൂബിൽ പ്രസംഗം കേൾക്കുമ്പോൾ, സൂം മീറ്റിംഗിലേക്ക് കയറുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ മറ്റുള്ളവർ പ്രവേശിക്കപ്പെടുക നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ലതിനെയും തീയതിനെയും മാറ്റുന്നൊരു വലയിലേക്ക് ഹല്ലേലൂയ. ഒരു ഫൈനൽ അല്ല. ഹല്ലേലൂയ. അവിടെ നടക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ദൈവപ്രവൃത്തിയാണെങ്കിൽ ഈ നാളുകളിൽ നല്ലതും തീയതും തിരിച്ചറിയുവാൻ ഉള്ള ദൈവിക പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ദൂതന്മാരുടെ പ്രവൃത്തി വെളിപ്പെടും മുമ്പ് അത് വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ദൂതന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ പിന്നെ ഈ വലക്കകത്ത് കയറാൻ കഴിയത്തില്ല. പിന്നെ നിനക്ക് പാത്രത്തിൽ സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ അനുഭവിക്കാൻ കഴിയത്തില്ല. എന്നാൽ അതിന് മുൻപായി ദൈവം അവസരം നൽകി തരികയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇതിനകത്ത് പ്രവേശിക്കാൻ ഇടയായത് എന്റെ ജീവിതത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഹല്ലേലൂയ എന്നോട് നീ വചനം അറിയിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതോട് ദൈവത്തെ നമ്മൾ താഴ്ത്തുവാൻ ആര് പറയുന്നു, ഏത് സാഹചര്യത്തിൽ പറയുന്നു എന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രീ സപ്പോസിഷനുമായി നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നാൽ ഡോക്ടറെ അടുത്ത് നമ്മൾ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് നമ്മൾ തന്നെ ഉറപ്പിക്കും എന്റെ അസുഖം എന്തോ അതല്ലേ. ചില ഡോക്ടർമാർ ശരിക്കും പ്രതികരിക്കും, നിങ്ങളാണോ ഡോക്ടർ, ഞാനാണോ, എന്തായിരിക്കും അല്ലേ. നമ്മളെ തീരുമാനിച്ച ചെല്ലുന്നേ എനിക്ക് ഇന്നത് അസുഖം, പിന്നെ അതനുസരിച്ചുള്ള പറച്ചിൽ നമ്മൾ പറയുന്നത്. ഡോക്ടർ പറയും ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ സ്തോത്രം എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ഏതോ കയറിയിട്ടുണ്ട്. അങ്ങനെ കയറ്റി വെച്ചോണ്ട് ഈ വചനത്തിന് മുമ്പായി ഇരുന്നാൽ നമ്മൾ വിചാരിക്കും ഇത് എനിക്കിട്ട് തന്നെ ആകട്ടോ. സ്തോത്രം. ഇത് വിടുതൽ വെളിപ്പെടുത്തില്ല. സ്തോത്രം. വിടുതൽ വെളിപ്പെടുത്തില്ല. ഈ വചനവുമായി ഇവിടെ നിൽക്കണമെങ്കിൽ, ഇവിടെ നിന്ന് അധികാരത്തോടെ ഈ വചനം ശുശ്രൂഷിക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു ദൈവിക നിയോഗം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവിക നിയോഗത്തോടെ ഞാനോ ആരോ ദൈവത്തിന്റെ വചനം സംസാരിച്ചാൽ അതിനെ ഏറ്റെടുത്ത് വിടുതൽ പ്രാപിക്കാനുള്ള അനുഗ്രഹം നമുക്കുണ്ടാകും.
ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അതിലാണ് വിടുതൽ സംഭവിക്കുന്നത്. അവിടെ മാത്രമേ വിടുതൽ സംഭവിക്കൂ. ദൈവം പലതിന്റെയും വിടുതൽ സാക്ഷ്യം ചെയ്തിരിക്കുക. ദൈവം പലതിന്റെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ദൈവം പലതിന്റെയും വിടുതൽ, നമ്മുടെ പേരെഴുതിയ വിടുതൽ, നിനക്കും വിടുതൽ, തലമുറയ്ക്കും വേണ്ടി എഴുതി വെച്ച വിടുതലുകൾ ദൈവസ്ഥലത്ത് പുറപ്പെട്ടിരിക്കുക. എന്നാൽ ആകാശ മണ്ഡലത്തില് ഹല്ലേലൂയ നാം വേണ്ടതുപോലെ പോരാടാത്തതുകൊണ്ട്, നാം പോരാടി പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നാം അനുവദിക്കാത്തത് കൊണ്ട്, മുൻവിധിയോടെ വചനത്തിന് മുമ്പാകെ ഇരിക്കുന്നത് കൊണ്ട്, മറ്റ് ചിന്തകൾ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ആ സാങ്ഷനില് നീ പ്രാർത്ഥിച്ച വിഷയം മാത്രമല്ല, അതിനോട് അനുബന്ധിച്ച അനേക വിഷയങ്ങൾ ആ പ്രാർത്ഥനയിൽ സാങ്ഷനായിട്ടുണ്ട്. നിന്നിലേക്ക് എത്തുവാൻ കഴിയാതെ ഒരു ബന്ധനമായി, ഒരു അന്ധകാരമായി അത് നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, അവിടുന്ന് അനുവദിച്ചത് എന്റെ കരങ്ങളിലേക്ക് എത്തുവാൻ ഒരു വിടുതൽ എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചതിന്റെ കുറവല്ല, ഉപവസിച്ചതിന്റെ കുറവല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മറുപടി പ്രാപിക്കാനും റെഡിയാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്കൊരു പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രധാന ദൂതൻ മീഖായേൽ 21 ദിവസം യുദ്ധം ചെയ്യേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. നീ പറയാൻ വന്നല്ല, പക്ഷെ ദൈവം പറയിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. 21 ദിവസം ആകാശ മണ്ഡലത്തിൽ ദാനിയേലിന്റെ പ്രാർത്ഥന, ദാനിയേലിന്റെ പേരെഴുതി, നമ്മുടെ പേരെഴുതിയ ഒരു കവർ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് പുറപ്പെടുന്നത് പോലെ ദൈവ നീ പ്രാർത്ഥിച്ച 1-ാം ദിവസം തന്നെ മറുപടി ഇവിടുന്ന് പുറപ്പെട്ടതാ. ഹല്ലേലൂയ. നമ്മൾ ദൈവം പ്രാർത്ഥന കേൾക്കാത്തതല്ല കേട്ടോ. 1-ാം ദിവസമേ പ്രാർത്ഥന അവിടെ എത്തി, അവിടുന്ന് മറുപടിയും പുറപ്പെട്ടു. എന്നാൽ ഇതിന് ഇടയ്ക്കൊരു ബന്ധനം, ഇടയ്ക്കൊരു പോര്, ഇടയ്ക്കൊരു വെല്ലുവിളി, ക്രമീകരണം ചിലത് പ്രാപിക്കാറുണ്ട്. ചിലടത്തൊക്കെ വചനം ഏറ്റെടുക്കുന്നതില്, വചനം ഉൾക്കൊള്ളുന്നതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഇത് പകൽക്കാലം ഒരു കാര്യം ഉറപ്പിച്ചോളും, എനിക്കുള്ള വിടുതല്, നിന്റെ പേരെഴുതിയ വിടുതല് നിന്നിലേക്ക് തന്നെ എത്തണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദൈവസന്നിധിയിൽ കർത്താവിന് അഡ്രസ് തെറ്റത്തില്ല, കർത്താവിന് മറുപടി തെറ്റത്തില്ല. എത്ര ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ഇതുപോലെ കാലം സ്വർഗരാജ്യത്തിന്റെ മെക്കാനിസം ഇതാ, സ്വർഗരാജ്യത്തിന്റെ മെക്കാനിസം ഇതാ. കർത്താവേ, ഹല്ലേലൂയ. ഭൗതികമായ മറുപടി വിഷയം മാത്രമേ ഞാൻ പറയുന്നത്. ആത്മീയമായ അനുഗ്രഹങ്ങള് നാം പ്രാപിക്കണമെങ്കിൽ നമുക്കെതിരെ ശക്തമായി വാദിച്ചു നിൽക്കുന്ന ഒരു ആത്മീയ ദ്വന്ദ്വയുദ്ധത്തില്, ആത്മീയ പോരാട്ടത്തില് നമുക്കെതിരെ പോരാടി നിൽക്കുന്ന ഫലത്തിന്റെ മേൽ വിടുതല് നാം പ്രാപിച്ചേ മതിയാകൂ. കർത്താവ് പറയുക, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ ഗ്രഹിക്കണം. 51-ാം വാക്യത്തിൽ പറയുക, സ്തോത്രം. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായത്തിലുണ്ട്. മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെ പോലെയും ആക്കുന്നതുമെന്ത്? അവൻ അവയൊക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിക്കുന്നു, അവൻ വല കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു, കോരുവലയിൽ ചേർത്ത് കൊള്ളുന്നു, അതുകൊണ്ട് അവൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. മനുഷ്യരെ ദൈവം തിരഞ്ഞെടുക്കുന്നത് പറയുക, കോരുവലയിൽ, വലയിലാക്കുന്നത് പോലെ ഇസ്രായേലിനെ ദൈവം ആക്കി വെച്ചതിന് വേണ്ടിയാണ്. സകലവിധമായ ജാതികൾ കർത്താവിനെ അറിയുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി നമ്മൾ അതുകൊണ്ട് പറയാൻ പറ്റും, വെളുത്തവര് മതി, കറുത്തവര് മതി, അല്ലെങ്കിൽ ഇന്ന ജാതി മതി, ഇന്ന ആളുകൾ മതി എന്നൊന്നും പറയും. ദൈവരാജ്യത്തെ നമുക്ക് മതിൽക്കെട്ടിനകത്താക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യം ദൈവത്തിന്റെ ഹിതപ്രകാരം വെളിപ്പെടുന്നത്. സകലവിധമായ മത്സ്യമായി വരും. എന്നാൽ നല്ല തീരുമാനിക്കുന്നത് സ്തോത്രം ദൂതന്മാർ അതിനെ മാറ്റുന്നു. എന്താ പറയുന്നത്? വെളിപ്പാട് 20-ാം അധ്യായം അതിന്റെ 11 വാക്യങ്ങൾ വായിച്ചാട്ടെ. റെവലേഷൻ ചാപ്റ്റർ 20 verse 11 ഫോളോ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും വായിച്ചാട്ടെ. പുസ്തകങ്ങൾ തുറന്നു. ഹല്ലേലൂയ. പറഞ്ഞോ, വായിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. അടിവരട്ടോണേ. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം. ഹല്ലേലൂയ. നമ്മുടെ ഡിഗ്രി അനുസരിച്ചല്ല, നമ്മുടെ ഓഫറിംഗ് അനുസരിച്ചല്ല, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം. ജീവന്റെ പുസ്തകം തുറന്നു, പുസ്തകങ്ങൾ തുറന്നു, ഓർമ്മയുടെ പുസ്തകം തുറന്നു. പ്രിയമുള്ളവരെ, ദൈവസ്ഥൽ നാം പറയുന്ന ഏതൊരു വാക്യം, ദൈവസ്ഥൽ നാം ചിന്തിക്കുന്ന ഏതൊരു ചിന്തയ്ക്കും ദൈവസ്ഥലിൽ കണക്ക് പറഞ്ഞ മതിയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. അത് നാം ചിന്തിച്ച ഒരു ഉപമയുടെ ഭാഗം. അവിടെ പറയുന്നു, രണ്ടും കൂടെ
കൊയ്ത്തോളം വളരട്ടെ. ഹല്ലേലൂയ. ദൂതന്റെ കയ്യിൽ ഞാനൊരു അരിവാൾ കണ്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? ദൂതൻ കൊയ്യാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം കണ്ടതാ. അതേ കാര്യമാണ് കർത്താവ് പറയുന്നത്. ഒരു കൊയ്ത്തോളം വളരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുക. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഈ നാളുകളിൽ സ്തോത്രം, ഈ ദേശത്തെ വേലയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ ചില ആലോചനകൾ നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദേശത്ത് ഒരു വേലയ്ക്കായി നമ്മെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ നമ്മിലൂടെ നമ്മുടെ തലമുറയുടെ വെളിപ്പെടുവാനിടയാകട്ടെ. എന്റെ സമർപ്പണം അതാകട്ടെ. കർത്താവ്, ഞാൻ താഴേണ്ടി വന്നാലും, ഞാൻ നിന്ദിക്കപ്പെടേണ്ടി വന്നാലും, ഞാൻ ഒറ്റപ്പെടേണ്ടി വന്നാലും, എന്നിലൂടെ എന്റെ തലമുറയിലൂടെയും അവിടുത്തെ രാജ്യത്തിന്റെ വർധനവിനായി ഞാൻ മിണ്ടാതിരിക്കാൻ തയ്യാറാ. ഞാൻ കൈ ഉയർത്താൻ തയ്യാറാ. കയറാൻ തയ്യാറാ. ഹല്ലേലൂയ. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശയുടെ കൈ താണാൽ അമാലേക്ക് ജയിക്കും. എന്റെ തലയല്ല പൊങ്ങേണ്ടത്, കൈ പൊങ്ങണം. ഹല്ലേലൂയ. എത്രവർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാണ്ട് എന്റെ തലയൽപ്പം താന്നാലും എന്റെ കൈ ഉയർന്നിരുന്നാ മതി. ഹല്ലേലൂയ. എന്റെ തലയൽപ്പം താന്നാലും എന്റെ കൈ ഉയർന്നിരുന്നാ മതി. കഴിഞ്ഞ സുവാസം പറഞ്ഞ ഞാൻ പറഞ്ഞതാ. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ കൈ ഉയർന്നിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൈ ഉയരുമ്പോൾ നമ്മുടെ തല ഇങ്ങനെ ഒത്തിരി നിൽക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. കൈ ഉയരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തലേ താഴെയും കൈ വീഴും. ആരെങ്കിലും കൈ പൊക്കും? ഇങ്ങനല്ല കൈ പൊക്കുന്നത്. ചിലർ ഇങ്ങനെയൊക്കെ പൊക്കത്തുള്ളൂ. ഇവിടെ മാതാപിതാക്കൾക്കൊക്കെ കൈ പൊക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളൂ. അല്ല, അതുകൊണ്ട് അവരവർ പറയാൻ പറ്റില്ല പറയുന്നത്. ആരോഗ്യമുള്ളവർ ചെറുപ്പക്കാർ കൈ പൊക്കാൻ പറയുമ്പോൾ ഇങ്ങനെ പൊക്കും. മറ്റേ ഈ വത്സ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ പൊക്കിയാൽ പറയാം. കൈ ശരിക്കങ്ങ് പൊക്കണം. കുറച്ച് കഴിയുമ്പോൾ പൊക്കാൻ പറ്റാതെ വരും. സ്തോത്രം. ശരിക്കൊക്കെ പൊക്കണം. കൈ ശരിക്കും പൊക്കുന്നതിന്റെ അർത്ഥം എന്ന് അറിയാമോ? ഞാൻ താഴുകയും ദൈവസാന്നിധ്യം വരികയും. ഇത് നമ്മളെങ്ങനെ നമ്മുടെ തല പൊങ്ങിയിരിക്കണം. നമുക്ക് എപ്പോഴും ആഗ്രഹം. അവിടെ ഒന്നും ദൈവത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല. തമ്പുരാൻ നിന്നെ നോക്കി ചെന്ന് പോവും. പ്രൈസ് ദി ലോർഡ്. എന്നാ നീ സ്വർഗത്തിലേക്ക് മോശയുടെ കൈ ഉയർന്നത് പോലെ എന്നാൽ ഈ കൈ ബലഹീനമാകുമ്പോ അതിനെ താങ്ങാൻ അഹരോനും ഹൂരും ഹല്ലേലൂയ ഈ നാളുകളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ശക്തമായ വചനമാ. ചില മോശമാരുടെ കൈ ഉയർന്നിരുന്നേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ വലിച്ചു താക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ദൈവം ഐഡന്റിഫൈ ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ അതിനു പകരം അഹരോന്മാരെ ഹൂരുമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. അത് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ഈ ദൈവസഭയോടായി ഈ നാളുകളിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ദൂത ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഹരോന്മാരെ ഹൂരുമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. എന്തിന്? മോശമാരുടെ കയ്യെ താങ്ങുവാൻ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് നിർബന്ധമുണ്ട്. അമാലേക്ക് പരാജയപ്പെട്ടേ മതിയാകും. ഇസ്രായേൽ ജയിച്ചേ മതിയാകും. ചിലരുടെ വിചാരം ഇസ്രായേൽ ജയിച്ചില്ലേ വേണ്ടിയില്ല, എന്റെ തല പൊങ്ങിയിരിക്കണം. അതല്ല ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി യോശുവ താഴ്വരയിൽ പോരാടുമ്പോൾ കരമുയർത്തി പിടിക്കാൻ ചിലത് വേണം. ഹല്ലേലൂയ. പർവ്വതത്തില് ഈ ദിവസങ്ങളില് അതുകൊണ്ട് കർത്താവ് ചോദിച്ചു 51-ാം വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. 51-ാം വാക്യം. മതി. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന വചനമൊക്കെ മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയുന്ന വചനമൊക്കെ മനസ്സിലായോ? പ്രസംഗം കഴിയുമ്പോൾ പറയും, പാസ്റ്റർ നല്ല മെസ്സേജ് ആയിരുന്നു, എന്തോ മനസ്സിലായി. സ്തോത്രം എന്ന് പറയും. ഇത് ഗ്രഹിക്കണം. ഗ്രഹിക്കണം എങ്ങനെയാ നടക്കുന്നത്? ഞാൻ ഗ്രഹിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ഗ്രഹിപ്പിക്കണം. ഇവരും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാണിച്ചത് വേറെയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ വചനം ഗ്രഹിക്കണം. വചനം ഗ്രഹിച്ചാൽ അവിടെ മാനസാന്തരം ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നതാണ്. ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നെ തന്നെ ഇതിന് മുമ്പാകെ സമർപ്പിക്കുക. ഹല്ലേലൂയ. അവർ പറഞ്ഞു, സ്വർഗരാജന്റെ ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു പോകുന്ന ഒരു വീട്ടോടെ അവരോട് സദസ്യമാണ്. അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒന്ന് കർത്താവ് പറഞ്ഞ ഉപമകൾ, ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞ ഉപമകൾ ഒന്നും പുതിയതല്ല. പഴയ നിയമത്തിലും കർത്താവ് വെളിവാക്കിയ വചന സത്യങ്ങളുടെ ഭാഗമാണ്.
അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചത് പുതിയ പഠിപ്പിക്കലാന്ന് വിചാരിച്ച് പഴയ നിയമത്തെ യഹൂദന്മാരുടെ വചനങ്ങളെ ഹല്ലേലൂയ ദൈവം കൊടുത്ത വചനങ്ങളെ ന്യായപ്രമാണത്തെ തള്ളിക്കളയരുത് എന്ന കർത്താവ് ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ ഒരു വീട്ടുടയവൻ ഹല്ലേലൂയ പഴയതും പുതിയതും ഒരുപോലെ എടുത്ത് ഹല്ലേലൂയ സ്തോത്രം കൊടുക്കുന്നത് പോലെ ഈ നാളുകളിൽ ദൈവത്തിന്റെ വചനമെല്ലാം ഹല്ലേലൂയ തീമോഥെയോസിന്റെ ലേഖനത്തിൽ 2 തീമോഥെയോസ് 3:16-17 വായിക്കുമ്പോൾ പറയുന്നുണ്ട്, all scripture is breathed out by God and profitable for teaching, for reproof, for correction and for training in righteousness. ഹല്ലേലൂയ നമ്മുടെ ഉപദേശത്തിന്, ഗുണീകരണത്തിന്, ശാസനത്തിന്, ഹല്ലേലൂയ നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ള ദൈവത്തിന്റെ വചനം. സ്തോത്രം. നമുക്ക് ഇതിൽ ചിലത് മാത്രം മതി. എന്നാൽ ദൈവത്തിന്റെ വചനം സകലത്തിന് ഉതകും. എന്നെ കറക്റ്റ് ചെയ്യാൻ ഉതകും, എനിക്ക് അനുഗ്രഹം തരാൻ ഉതകും, എന്നെ ആശ്വസിപ്പിക്കാൻ ഉതകും. എന്നെ ആശ്വസിപ്പിക്കുന്ന അതേ വചനം എന്നെ കറക്റ്റ് ചെയ്യാനും കഴിയും. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത. കർത്താവ് പറയുന്നത് പുതിയതും പഴയതും ഒരുപോലെ എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശ്യം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദിവസത്തിലായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ മെക്കാനിസം ഇതാ ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം അവന് ഹല്ലേലൂയ അവന്റെ പൊതുനഗരത്തിൽ വന്നു. അവിടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു എന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ അതൊന്നും ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുക, അവനെ അവർ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവൻ യാക്കോബ് യോസ എന്നിവരുടെ സഹോദരനല്ലേ, ഇവൻ തച്ചന്റെ മകനല്ലേ, മറിയയുടെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗരാജ്യത്തിന്റെ മർമ്മം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ അത് ഏറ്റെടുക്കുവാൻ ഒരു മനോഭാവമാണ്. The mechanism of the kingdom of God. Hallelujah. Praise the Lord. പറയേ, യേശുവിനോട് ഒരു പ്രവാചകൻ തന്റെ പിതൃ നഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. Hallelujah. A prophet is not without honor except in the hometown and in his own household. എന്ന് പറയുക, and he did not do any mighty works there because of their unbelief. Hallelujah. Praise the Lord. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. നോക്കണേ, 13-ാം അധ്യായം ദൈവരാജ്യത്തിന്റെ ഉപമകൾ. ഹല്ലേലൂയ. ഉപമകളാൽ ഹല്ലേലൂയ ധനവത്തായ ഒരു അധ്യായം. എന്നാൽ അതിന്റെ അവസാനം വളരെ ശോചനീയമാണ്. ഒരു വീര്യപ്രവൃത്തിയും അവരുടെ മധ്യ ചെയ്തില്ല. പ്രിയമുള്ളവരെ, ഈ വചനം പ്രസംഗം കേട്ടിട്ട് കാര്യമില്ല, ഇത് വിശ്വസിപ്പാൻ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയും. എൻപരശാലം ദൈവസഭയുള്ള ദൈവത്തിന്റെ ദൂതിത, നിങ്ങൾ ഒരുപാട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാ, ആഴമേറിയ വചനങ്ങൾ കേൾക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമുക്ക് വിശ്വസിപ്പാൻ ഏറ്റെടുക്കുവാൻ യോഗ്യമായെങ്കിലേ ദൈവം നമ്മുടെ മധ്യേ വീര്യപ്രവർത്തിച്ചു. കർത്താവിന് വീര്യപ്രവർത്തി ചെയ്യുവാൻ കഴിയും. അവരുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് അതിലേക്ക് നീങ്ങുവാൻ നമുക്കിടയായി. വരും ദിവസങ്ങളൊക്കെ ദേവദാസന്മാർ ഈ ദേശത്ത് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് വിടുതലായി മാറട്ടെ. എത്ര പേർക്ക് ഇതുപോലെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഒരു നിമിഷം കണ്ണുകൾ ദൈവത്തിൽ നടക്കാം. ഇതുപോലെ നമ്മെ കേൾപ്പിച്ച ആലോചനയ്ക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. സ്വർഗ്ഗരാജ്യം ഹല്ലേലൂയ സകലവിധമായ മീനും പ്രവേശിക്കുന്ന ഒരു വല പോലെയാണ്. എന്നാൽ അതിനെ തിരഞ്ഞെടുക്കുന്നവൻ ഹല്ലേലൂയ, അതിനെ വേർതിരിക്കുന്നവൻ ദൈവമാ, നമ്മളല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വേർതിരിവ് എങ്ങും കാണിക്കരുത്. ഒരു ഹല്ലേലൂയ സ്തോത്രം മീന്റെ ഗുണം കണ്ട് മീന്റെ രൂപം കണ്ട് നാം ആരും തീരുമാനമെടുക്കരുത്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അത് വിട്ടുകൊടുക്കുവാൻ, അതിനുശേഷം കർത്താവ് ചെയ്യുവാൻ. നല്ല മീനായി തീരുന്നത് എങ്ങനെ? ദൈവത്തിന് വചനം അനുസരിക്കുന്നതിലൂടെ, ദൈവത്തിന്റെ ഹിതം അറിയുന്നതിലൂടെ. ഈ ദിവസങ്ങളിൽ ആത്മീയ പോരാട്ടത്തിൽ നാം ആയിരിക്കുന്നു. നമുക്ക് വേണ്ടിയുള്ള മറുപടി ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുക. അല്ലെങ്കിൽ അതൊരു തടഞ്ഞു ചെയ്യുന്ന, അത് നമ്മുടെ ഉള്ളിലുള്ള പ്രയാസമാണെങ്കിൽ, നമ്മുടെ ചിന്തകളാണെങ്കിൽ, നമ്മുടെ മനോഭാവമാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ. പ്രിയമുള്ളവരെ, ദൈവം അനുഗ്രഹിച്ചാലേ നാം അനുഗ്രഹിക്കപ്പെട്ടു. എനിക്ക് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും, പക്ഷെ അനുഗ്രഹം നൽകുന്നവൻ ദൈവമാ. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നാം ക്രമീകരിക്കപ്പെടട്ടെ. നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാൻ നമ്മൾ ഒരു സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്നു. കർത്താവേ, ഈ ആഴ്ചയുടെ 1-ാം ദിവസം അടിയങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യുകൊണ്ട് സ്തോത്രം. അടിയങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രവർത്തിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കിയ
എല്ലാ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം കർത്താവേ. അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്നല്ലോ, അത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കില്ലോ. ദാസനായി ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഓർമ്മയെ കൊണ്ടാടുവാൻ പത്രമേശയിൽ സംബന്ധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലോ. നന്ദിയോട് സ്തോത്രം. അതനുസരിച്ച് വിശുദ്ധിയോട് നിമിഷം തോറും ജീവിപ്പാൻ കൃപന്ന് ഞങ്ങളെ സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വല്ലപ്പാടവാക്യങ്ങൾ ദൈവത്തിന്റെ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. കർത്താവെ, അവിടുത്തെ ആകർഷണ വെള്ളത്തിലൂടെ സൂക്ഷിച്ചു കൊള്ളണമേ. ദൈവകൃപയിൽ വളർന്നു വരുവാൻ കർത്താവിന്റെ മറവിലായിരിക്കാനുള്ള കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തവരെ സഹായിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച എല്ലാവർക്കായും സ്തോത്രം. ദൈവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കണമേ. ഏതെല്ലാം ആവശ്യങ്ങൾ തിരുമുൻപിൽ വെച്ച് പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്ന എല്ലാവരോടും ദൈവം മനസ്സലിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കിൽവാതുകളെ തുറന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. പലവിധ ഭാരങ്ങളാൽ പിഞ്ഞിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ കിൽവാതുകളെ തുറന്ന് അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാവിധ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്വർഗരാജ്യത്തിന്റെ ഊമകളെ കുറിച്ച് ഞങ്ങൾ കേൾപ്പാനിടയായിരുന്നു. കർത്താവെ, നല്ലതിനെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ ഇതും ചെയ്ത് മുൻപോട്ട് ജീവിപ്പാൻ കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. വിശുദ്ധിയോടെ കർത്താവിനെ പറ്റി ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ അങ്ങനെ ദാസനായി ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ സഭയായി ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികൾക്കായും സ്തോത്രം എന്ന് കർത്താവേ. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ദൈവം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും അങ്ങനെ ചിറകിനെ മറച്ചു കൊള്ളണമേ. കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിപ്പാനുള്ള കൃപ ഞങ്ങളെ നടത്തിക്കൊള്ളുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ വിഷയങ്ങളും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സ്തോത്രം. തിരുനാമം ഞങ്ങളിൽ മഹത്വം എടുക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങളോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ ആശ്വസിപ്പിച്ച വഴിനടത്ത പരിശുദ്ധാത്മാവിന്റെ സംസർഗോത്സവവാസ കൂട്ടായ്മയും കാവലും നമ്മോട് നാമോർത്ത് പ്രാർത്ഥിച്ച ദിവസം എല്ലാ ഭവനങ്ങളോടും ലോകമുള്ള സർവ്വസ്ഥന്മാരുടെ കൂടെ കർത്താവിനെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം പകൽക്കാലം ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വരണമേ. ദൈവങ്ങളെ